ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇറാനെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. ഞാൻ പ്രസിഡന്റ് ആയിരുന്നില്ലെങ്കിൽ ഇന്ന് ഇസ്രായേൽ എന്നൊരു രാജ്യം തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്ന ട്രംപിന്റെ അതിതീവ്രമായ അവകാശവാദവും ഇറാന്റെ ഏറ്റവും സുരക്ഷിതമായ ഭഗീരഥ നേട്ടമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിക്കാക്സിസ് ആണവ കേന്ദ്രം തകർക്കുമെന്ന പരസ്യ മുന്നറിയിപ്പും ആഗോള നയതന്ത്ര തലത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഫെബ്രുവരിയിൽ തുടക്കമിട്ട യുദ്ധം 5ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ സഖ്യകക്ഷിയായ ഇസ്രായേലുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമാക്കുകയും ട്രംപ് മടി കാണിക്കുന്നില്ല എന്നത് അമേരിക്കൻ വിദേശ നയത്തിലെ വലിയൊരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. ഫോക്സ് ന്യൂസിന്റെ ഫോക്കസ് ആൻഡ് ഫ്രണ്ട്സ് പരിപാടിയിൽ നൽകിയ അരമണിക്കൂർ നീണ്ട അഭിമുഖത്തിലാണ് ട്രംപ് ഇസ്രായേലിന്റെ നിലനിൽപ്പ് തന്നെ തന്റെ ഭരണ തുടർച്ച ഉൽപ്പന്നമാണ് എന്ന വാദമുയർത്തിയത്. 2024 തെരഞ്ഞെടുപ്പ് ഫലം മറിച്ചായിരുന്നുവെങ്കിൽ ഇറാന്റെ ആണവാക്രമണത്തിൽ ഇസ്രായേൽ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്നു എന്ന് ട്രംപ് സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഇസ്രായേൽ സ്വയം പ്രതിരോധ ശേഷിയുള്ള രാഷ്ട്രമാണ് എന്ന ടെൽ അവീവിന്റെ പരമ്പരാഗത നയതന്ത്ര അവകാശവാദങ്ങളുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ തുറന്നുപറച്ചിൽ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇതിനു പുറമെ നയതന്ത്രപരമായ രഹസ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുന്ന നെതന്യാഹുവിന്റെ രീതിയെയും മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുന്ന ട്രംപ് കടുപ്പത്തിൽ വിമർശിച്ചു. നദാൻസ് ആണവ നിലയത്തിന് സമീപമുള്ള പിക്കാസസ് പർവ്വതനിരയിലെ രഹസ്യ തുരങ്കങ്ങളിൽ ഇറാൻ വീണ്ടും സെൻട്രിഫ്യൂജുകൾ സ്ഥാപിക്കുന്നുണ്ടെന്നും ഇതിന്റെ തെളിവുകൾ ട്രംപിന് കൈമാറുമെന്നും നെതന്യാഹു മാധ്യമങ്ങളോട് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനോട് ട്രംപ് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത് ബിബി, അതായത് നെതന്യാഹു, അത് എന്നോട് നേരിട്ട് പറയണമെന്നായിരുന്നു. ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞ് എന്നെ ഈ യുദ്ധത്തിൽ കെട്ടിയിടാനാണ് അദ്ദേഹം ശ്രമിച്ചതെന്നാണ് ട്രംപ് പരസ്യമായി കുറ്റപ്പെടുത്തിയത്. ഇസ്രായേലുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോഴും ഇറാനെതിരെയുള്ള സൈനിക ഭീഷണി ട്രംപ് കൂടുതൽ കടുപ്പിച്ചു. കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രമായ പിക്കാസസ് തകർക്കുമെന്നാണ് മുന്നറിയിപ്പ്. ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും തകർക്കാൻ സാധിക്കാത്ത വിധം പർവ്വതങ്ങൾക്കുള്ളിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തുരങ്ക സമുച്ചയം ഇറാന്റെ ആണവ പദ്ധതികളുടെ അവസാന പ്രതിരോധ കോട്ടയായാണ് കരുതപ്പെടുന്നത്. ഇറാന്റെ പക്കൽ ആണവായുധമില്ലെന്ന് അവർ അവകാശപ്പെടുമ്പോഴും ഭാവിയിലെ ആണവ സമ്പുഷ്ടീകരണത്തിന് ഈ കേന്ദ്രം ഉപയോഗപ്പെടുമെന്ന് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായി നശിപ്പിക്കാതെ അമേരിക്കയ്ക്ക് ഉറക്കമില്ല.